സമയം 5:30 നീ ചെയ്യണ്ട ഈ പണി കഴിഞ്ഞ് ഇതുവരെ വരാത്തെ? സീരിയല് കണ്ടു കളയാം. ആരാണ് ഈ മേഘനാഥൻ? അയാൾ എന്തുകൊണ്ടാ എനിക്ക് കാണാൻ പറ്റാത്തത്? അവൻ സ്ത്രീ വിഷയത്തിൽ അത്ര പോരാ. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പിന്നീന്ന് മാർത്തേയില്ല. നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും കാണാൻ പറ്റുന്നതൊന്നും അല്ലേ ഇത്? എന്തോ ആണുങ്ങളാ ഇത്. ഇവിടെ കാണാൻ മാറിക്കണമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ആ ചെരവയുടെ തടി കൊണ്ട് ഞാൻ തല അങ്ങ് തല്ലി പൊട്ടിച്ചേനെ. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, വീടിന് പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്തോയിനാ ഭർത്താക്കന്മാര്. എന്താ ഇത്രയും ചെലവിൽ കൊടുത്തിരുന്ന ഈ ഭർത്താവിന്റെ തലക്കടിച്ച് കൊല്ലുന്ന കാര്യം ഞാനാണ് ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, ഇത് ഫോണല്ല, ഞാൻ സീരിയല് നമ്മുടെ എന്താ വീട്ടിലെ വിളക്ക് സീരിയലിനകത്ത് കാര്യം പറഞ്ഞതായത്. അയ്യോ, നീ വീട്ടിലെ വിളക്ക് കേട്ടോണ്ടിരിക്കുവാന്നോ? ഈ വീട്ടിൽ വിളക്ക് വെച്ച സന്ധ്യക്ക് ഞാൻ വെച്ചായിരുന്നു. ഉമ്മറത്ത് വിളക്ക് വെച്ചായിരുന്നല്ലോ. ഉമ്മറൊക്കെ വിളക്ക് വെക്കൂ? ഉമ്മറൊക്കെ വിളക്ക് വെക്കുന്നല്ലോ. ഉമ്മറത്തെ ഞാൻ വിളക്ക് വെച്ചായിരുന്നു. അല്ല, നിങ്ങൾ നീ വരാൻ ഇത്രയും താമസിച്ചത് എന്താ? എനിക്കിത് ശമ്പളം കിട്ടുന്ന ദിവസമല്ലായിരുന്നോ? അതിന്റെ ഇളക്കം കാണാനുണ്ട്. എന്നാലും താമസിച്ചത് എന്താ? എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം വെച്ചാൽ താമസിക്കും. ചുറ്റിനും നിന്റെ ബന്ധുക്കാരിൽ താമസിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പൈസ കിട്ടിയോ, ഇച്ചിരി പൈസ ഇങ്ങോട്ട് തരാമോ, 100 രൂപ എനിക്ക് തരാമോ? മുന്നേ ഇങ്ങനെ നടക്കുക, പൈസ പറഞ്ഞത് എവിടുത്തെ എടുത്ത് വെച്ച് കൊടുക്കാനാ ഞാനൊക്കെ? മനുഷ്യനായ കുറച്ച് കണ്ണിച്ചോരൊക്കെ വേണം കേട്ടോ. എന്തോടി ഓരോരുത്തരുടെ അവസ്ഥയില്ലേ, അപ്പൊ കൊടുത്ത് സഹായിക്കണം. എടീ, ഒരാളുടെ അവസ്ഥ കേട്ട് നമ്മൾ പൈസ കടം കൊടുത്താൽ നമ്മുടെ 100 അവസ്ഥ പറയണം ആ പൈസ തിരിച്ചു വാങ്ങിക്കാൻ. നിങ്ങളുടെ ഇതൊക്കെ കേൾക്കുന്ന എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. നിനക്ക് എന്തിന്റെ കുറവാടി? എനിക്കോ? എനിക്ക് ഈ ചുരിദാറിന് ഇച്ചിരി ഇറക്കക്കുറവുണ്ട്. എന്തോ ചെയ്യാൻ പറ്റും? നീ മുട്ടക്കുത്തി നടക്കടി. നിങ്ങൾക്കല്ലേ ഈ തറുതല പറയാനൊക്കെ കാണത്തുള്ളല്ലോ. എടി, തറുതല പറയും, ഞാൻ പൈസ ഉണ്ടാക്കും. ഞാൻ ഒന്നുമില്ലാത്തടത്തുനിന്നാണ് വന്നത്. അതുകൊണ്ട് പൈസ ഞാൻ ശേഖരിച്ച് മാറ്റി വെക്കും. പക്ഷെ നിങ്ങളുടെ അച്ഛനെ കണ്ട അങ്ങനെ പറയത്തില്ലല്ലോ, ഒന്നും ഇല്ലാത്തടത്താന്ന്. ഞാൻ എന്റെ അച്ഛനെ കണ്ടായത് പഠിച്ചത്. ചെറുപ്പകാലത്ത് സന്ധ്യയാകുമ്പോ കിടക്കാൻ നേരത്ത് അമ്മച്ചോട് പറയും, അമ്മേ വിശക്ക് തുന്നല് തരാനെന്ന്. എന്നിട്ട് അമ്മ എന്നോട് പറയും, മക്കളെ ഈ വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാവാ പാടി ഉറക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പറിയത്തില്ലല്ലോ. പാതിരാത്രി 12 മണിയാകുമ്പോൾ വിശപ്പ് മൂത്ത് ഞാൻ ചാടിയിരിക്കുമ്പോൾ കാണാം ഞങ്ങളുടെ അച്ഛനിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അന്നേരം ഞാൻ പറയും, അച്ഛൻ എന്തായാലും കഴിക്കാൻ തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛൻ എന്താ പറയാ, അസമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കത്തില്ല, അസുഖം വരുമെന്ന്. ആ അച്ഛനെ കണ്ട് പഠിച്ചാണ് ഞാൻ. എന്നിട്ട് പണി പൈസ എന്തിയേ? പണി പൈസ എന്നത് ഇരുപുണ്ട്. ഈ പൈസ ഒക്കെ അവിടെ കൊണ്ട് വെക്കണം. പിന്നെ രാവിലെ എനിക്ക് പൊതിക്ക് തന്ന ഇല ഇതിനകത്ത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. എന്തോ കാര്യത്തിനാ പക്ഷെ ഇങ്ങനെ നിങ്ങൾ പിശുക്കത്തരം കാണിക്കുന്നത്? എന്തോ എടി, എന്ന് ഇല വെട്ടി കഴിഞ്ഞാൽ പിച്ചാത്തി ഒടിഞ്ഞു പോകും. അത് വാങ്ങിക്കാൻ എന്റെ പൈസ ഇല്ല. എന്റെ ദൈവമേ, ഇങ്ങനെയും പൈസ കാത്തു സൂക്ഷിക്കുന്ന ഒരാള്. ഞാൻ കല്ല് പൊട്ടിട്ടുണ്ടാക്കിയ പൈസ ആയത്. ഉടുക്ക പൊട്ടിച്ച് പൈസ ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. കല്ല് പൊട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്റെ കയ്യിലിട്ട് നോക്കിയത് ചോക്ലേറ്റ് ഇരിക്കുമല്ല, കല്ല് പിടിച്ചെന്റെ തരം അതിന്റെ തലക്കൊരു ഒറ്റ അടി അഭിചേരും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സൂക്ഷിച്ച് അവിടെ കൊണ്ട് വെക്കണമെന്ന്. എല്ലായിടത്തും എനിക്ക് കുളിക്കണം. പോയി കുളിച്ചിട്ട് വാ. അതെ, ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. അതിന് ഞാൻ പൈസ മുടക്കണോ? സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. ചിക്കൻ ഫ്രൈയും മീൻ കറിയും. കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഞാൻ വെളുപ്പിനെ 1 മണിക്ക് കഴിക്കാം. അതെന്തോ അങ്ങനെ? രാവിലത്തെ ഫുഡ് ലാഭമാക്കാമല്ലോ. എന്റെ സമയം ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ വല്ല അസുഖം ഉണ്ടാവുമെന്ന്. എടി, നിന്റെ ഫുഡ് കഴിച്ചാലും അസുഖം ഉണ്ടാക്കും. ചിക്കനകത്തല്ല വെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് വറുത്ത് പൊരിച്ചങ്ങ് വെച്ചേക്കുവാ. അതെടുത്ത് തിന്നാൻ പേടിയാ. മസിൽ പിടിച്ച ആൾക്കാർ നിൽക്കുന്ന പോലെ ആ ചിക്കന്റെ കിടപ്പ്. എന്നോട് വഴക്കടിക്കാതെ പോയി നിന്ന് കുളിക്കാതെ. എന്റെ ദൈവമേ, സ്വന്തം ഭർത്താവ് 100 രൂപ കാശ് ഞാൻ ചോദിക്കണമെങ്കിൽ 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. RBI ബാങ്കിൽ പോലും ഇല്ല ഇതുപോലെ ലോൺ എടുക്കാൻ കഷ്ടപ്പാട്. കണ്ടോ, പത്മിനി എന്നാ പേര്. അത് തികച്ചു വിളിക്കത്തില്ല. അതും കൂടെ അങ്ങ് പിശുക്കുവാങ്ങ മനുഷ്യനാണ്. എന്തുവാ ഈ ബാത്റൂമിൽ കുളിക്കുന്ന സോപ്പ് ഇരിപ്പില്ലയോ? അത് കൊള്ളാം. യുഎസിന്റെ സോപ്പല്ലേ ആ സോപ്പൊട്ടിക്കകത്ത് ഇരിക്കുന്നത്? കണ്ണു കാണാൻ വയ്യായോ? യുവേഴ്സിന്റെ തേഞ്ഞ സോപ്പാണ് ഇരുന്നേ. ഞാൻ വിചാരിച്ചു നിന്റെ അപ്പൂപ്പന്റെ കണ്ണാടിയുടെ ഗ്ലാസ് ഇളകി കിടക്കുമായിരിക്കും. ദേഹത്തിട്ട് തേച്ച് കഴിച്ച് ദേഹം മുറിയുമല്ലോടി. എങ്ങനെങ്കിലും കുളിച്ചിട്ടൊന്ന് ഇറങ്ങാന്. കുഴപ്പമില്ല, ഇത് വെച്ച് വടിക്കാം. തീരയിലൊന്നുകൂടി ഇട്ടാലോ? ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞോ? അയ്യോ, ഭയങ്കര കുളിയായിരുന്നു. അടിപൊളി കുളി. എന്തായാലും ഒരു ഉന്മേഷം വന്നൊരു ഇതൊക്കെ ഉണ്ട്. അയ്യേ, നല്ല വൃത്തിക്ക് കുളിച്ചല്ലേ. സോപ്പ് പത കണ്ടിരിക്കുന്നത്, വെള്ളം ഒഴിച്ച് കഴുകി കളയത്. അത്ര കൊണ്ട് വെള്ളം ലാഭിക്കാല്ലോ. എന്തിനാ വെറുതെ വെള്ളം എടുത്ത് കളയുന്നത്? പോണ്ടായോന്ന് കുറച്ച് കഴിയുമ്പോ സോപ്പും പത പൊട്ടി പോവും. കേൾക്കാൻ നല്ല രസമാണ്. അപ്പുറത്തെ മോഹനില്ലേ ചേട്ടാ വരുന്നത്? മോഹന് ഇത് ആർദ്രം അറിയാൻ വയ്യ. വീട്ടിൽ ഇരുന്നാ പോരെ? അയ്യോ അയ്യോ, എന്താണ് വാന വീട്ടിലുണ്ടായിരുന്നോ? സുഖമാണ്. സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തോ ചെയ്യാനാണ്? അയ്യോ, ഇതെന്തു പറ്റി?
തീരെ വയ്യാടാ. വെറുതെ പണിക്ക് പോവാ, പൈസയും തരത്തില്ല, ഒന്നും തരത്തില്ല. ഇവിടെ അത് തിന്നാനും ഒന്നുമില്ല, പട്ടിണി എല്ലാം ഭയങ്കര വിഷമം. അതെ അതെ, കഞ്ഞിയും പയറും ആയിരുന്നു ഇവിടെ. നമ്മളെ വീട്ടിൽ അതുപോലെ തന്നെ കഞ്ഞിയും പയറൊക്കെ മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നോ? സ്പെഷ്യൽ ആയിട്ട് ഒരു കലം ഇരിപ്പുണ്ടായിരുന്നു. അതിലൊരു തോർത്തിട്ട് അവിച്ച് വെച്ച് കലം വെറുതെ ഇരിക്കുന്ന അവസ്ഥ, അങ്ങനത്തെ അവസ്ഥയാ. ഈ സന്ധ്യ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങിയത്? ടിവിയിൽ എന്തുമാത്രം പരിപാടി ഉണ്ടെന്നറിയോ? സീരിയലും കോമഡിയും ഒക്കെ ഉണ്ട്, വെച്ച് കാണരുത്. സീരിയലൊക്കെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ നാടകമാണ് ഭയങ്കര ഇഷ്ടം കാണാനേ. അതിനിപ്പോ എവിടെ നാടകം? കിടില നാടകമല്ലേ ഇവിടെ നടക്കും. അല്ലെ കിടം കാച്ചി നാടകം അതിനുള്ള സാധ്യത ഉണ്ട്. നിനക്ക് പണിയൊന്നും ഇല്ലായിരുന്നോടാ? പണി നമ്മുടെ തമ്പി സാറിന്റെ അവിടെ ആയിരുന്നു പണിയേ. എന്റെ പൊന്നോ, കാട് ചെത്തൊക്കെ ആയിരുന്നു. കാട് ചെത്തി ഇങ്ങനെ ചെന്നപ്പോ ദാ ഇങ്ങനെ നിക്കുന്നു. തമ്പി സാർ? തമ്പി സാറല്ലെന്ന്, ഒരു ഒറ്റ മൂർക്കൻ. ഒറ്റമൂർക്കനോ? ഓ, ഞാൻ നിലവിളിച്ചോണ്ട് ഓടി. അപ്പോഴാ മറ്റേ രാജേഷും മകേഷും സന്ദീപും എല്ലാം കൂടെ കമ്പും വടിയായിട്ട് വന്ന് നേരെ ഈ കാട് ചെത്തിപ്പറിപ്പായി. നമ്മൾ നേരെ ഈ ഒറ്റമൂർക്കനെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഞാനും പാമ്പിനെ അന്വേഷിച്ച് അങ്ങ് ഓടി. ഒരു പാമ്പിനെ കിട്ടിയോ? പാമ്പിനെ കിട്ടിയില്ല. ചെത്തിപ്പറിച്ചതിന് അവർക്ക് ശമ്പളം കിട്ടി, എനിക്ക് പാമ്പിന്റെ ഒന്നും ഒരു കടിയും കിട്ടി. അങ്ങനെ തന്നെ വേണം, പണിക്കും പോകാതൊന്നുമില്ല. പിന്നെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന IPL ഒന്ന് കാണാമല്ലോ. അയ്യോ, ടിവി അല്ലയോ? എന്തോ പറയാനെ കേടായി. ഞാൻ നേരത്തെ കേട്ടായിരുന്നല്ലോ സീരിയൽ. ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് കേടാവുന്ന സാധനമില്ലേ, കേടായിട്ട് കണ്ടില്ലേ? നോക്കട്ടെ. അയ്യോ, नो फ्लाइंग जोन घोषित कर दीजिए इस मैदान को, क्योंकि गेंद गई एक बार फिर हवा में 6 रन ऊंची दूर गई है रॉकेट की तरह. ഇത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും ആയിട്ടുള്ള കളിയാണ് കേട്ടോ, രാജസ്ഥാൻ റോയൽസ്. ഈ വിഷുവിന്റെ ഇവന്റ് നടക്കുമെന്ന് തോന്നില്ലയോ? വിഷുവിന്റെ ഇവന്റ് എല്ലാരും മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടേക്കുന്ന അവിടെ. ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയുടെ ടീം. പത്തനംതിട്ടയുടെ അടുത്തുള്ള സ്ഥലമല്ലയോ ഇത്? അത് കോന്നി. അറിയത്തില്ലേ ഇത്? എന്താ ചെയ്യുന്നത് നിങ്ങള്? എന്താ ചെയ്യുന്നത്? ടിവിയല്ലേ പൊടി ഇരിക്കുന്നത്? ഇത്ര നേരം ഇവിടെ കവന്നെടുത്തപ്പോ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. മാറി നിന്നാണ് കളി കണ്ടോണ്ടിരിക്കുമ്പോ. ഒന്ന് കാണട്ടെ. नामुमकिन है मेरे दोस्त, देर से आए हैं दुरुस्त आए हैं. ഒന്ന് മാറി നിന്നാ അങ്ങോട്ട് കളി ഒന്ന് കാണട്ടെ. എന്തോ ചെയ്യാനാന്ന് പറയേ. ഒരാള് വീട്ടിൽ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ്. എനിക്കങ്ങ് വിശക്കോ, ഇന്നിപ്പോ പോകുമ്പോടി. അയ്യോ ക്ഷമിക്കണേ, ഇല്ലാഞ്ഞിട്ടാന്നേ. കുറെ നാളായി പൈസ കിട്ടിയിട്ട് തരാ. ഈ വന്നെടുത്തോണ്ട് പോവാന്നു. എടുത്തോണ്ട് പോവല്ലേ, ഇപ്പൊ അത് പ്രവർത്തിച്ചോണ്ടിരിക്കുവാന്നേ. വരല്ലേ പ്ലീസ്, വരല്ലേ. അയ്യോ, എന്തോ ഏട്ടാ, എന്തുവാ? ഇനി നമ്മള് TV ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചില്ലയോ? അവര് പറയാ പൈസ കൊടുത്തില്ലെങ്കിൽ ഈ TV വന്നിപ്പോ എടുത്തോണ്ട് പോകുന്നടാ. ഇതെന്റെ സ്വിച്ച് ഓഫ് ആയ മൊബൈല്, വേറെ പറയുന്നതിന് സ്വിച്ച് ഓഫ് ആയ മൊബൈൽ എടുത്ത് വെച്ച് നിർത്ത്. चकमा दिया बल्लेबाज को, चमक गया गेंदबाज. എന്താണ് ചൂടി നോക്കുന്നത്? എന്താണ് ചൂടി നോക്കുന്നത്? നീ എന്നോട് പറയുന്നത്? എന്നെ തല്ലല്ലേ? എന്നെ തൊട്ട് ദേഷ്യപ്പെടുത്തരുത്. എന്നെ തല്ലല്ലേ? എടി, അയ്യോ, എന്നെ എടി, അടിക്കല്ലേ? എന്താണ് ഇവിടെ? അവിടെ പിടിച്ച് വീഴാൻ ശരി. എന്നെ അടിക്കല്ലേ? അടിക്കടാ. അയ്യോ, 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 ചേട്ടാ എന്നെ അടിക്കല്ലേ? നമ്മൾ അങ്ങോട്ട് മാറി തിരിച്ച് അടിക്കണം. ഒരു 4 ഓവറുണ്ട്. കുട്ടികളിക്കല്ലേ? ഞങ്ങളവിടെ ഭയങ്കര അടിയായിരുന്നു. ആന്നോ? ഇവിടെ എന്റെ മോഹന. सिंगल എന്തോ ചേച്ചി, എന്തോ കാണിച്ചേച്ചി? 4 ഓവറല്ലേ? അല്ല, ചേട്ടനെ ഇന്ന് പണിയില്ലാത്തോണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഉള്ള കഞ്ഞിയും പയറും ഒക്കെ കുടിച്ചിട്ട് കിടക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഞങ്ങള്. എന്നാ ശരിയെന്നാ അങ്ങോട്ട്. അല്ല ഇവിടെ പോവല്ലേ? എന്തോ നീ പോവല്ലയോ? ഇങ്ങനെ തല്ല നെയ്യാ ഞാൻ വന്നു ഒന്നിച്ച് കളി കാണാൻ വന്നെന്ന് വിചാരിച്ചു. ഇവിടെ ചിക്കന്റെ നല്ല മണം. യ്യോ, എവിടുന്നാ? ഈ ചെറുക്കൻ പറഞ്ഞിട്ട് ഇവിടെ ചിക്കന്റെ മണം. അയ്യോ, ഭാര്യയുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടു. നീ വീട്ടിൽ പോകും. അതല്ല, മണ്ടമേട്ടിൽ നിന്ന് എന്റെ അമ്മാവനെ ഒരു തരം മാങ്ങ കൊണ്ടുവന്നു. അത് കല്ലേ വരെ അരച്ചാലുണ്ടല്ലോ കറക്റ്റ് ചിക്കന്റെ മണവാ. ഒരു കഷ്ണത്തി ചാറും തരാ ഇത്രയും വലിയ നുണ പറയണ എന്തിനാ? മോഹന, അതെന്തുവാ? സത്യമായിട്ട് ഇത് മാങ്ങയാന്നോ? ആ മാങ്ങയ്ക്ക് അങ്ങനെ മണവാ. എന്നാലും ചിക്കന്റെ മണമുള്ള മാങ്ങ. ആ മാങ്ങ നീ കഴിച്ചിട്ടില്ല, ഇവിടെ ഇല്ല, തീർന്നത്. അതെ ആണല്ലേ? കാര്യം ചെയ്, ചെന്ന് കഴിച്ച് കുടിച്ച് കിടക്കാൻ നോക്ക്. എല്ലടാ ചേട്ടാ, ഞാനേ സത്യം പറഞ്ഞ വന്നതേ ക്രിക്കറ്റ് കളി കാണാനൊന്നും അല്ല. പിന്നെ ഇപ്പൊ ജൂൺ മാസം വരുമല്ലേ, അപ്പൊ നമ്മുടെ പിള്ളേരെ സ്കൂൾ തുറക്കുമല്ലേ. എന്റെ പിള്ളേരല്ലോ, എല്ലാ പിള്ളേരും സ്കൂൾ തുറക്കുന്ന അന്നാ. അല്ലെന്ന് സ്കൂൾ തുറക്കുമ്പോഴേ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മള് ഈ സാമ്പത്തികമായിട്ട് ഇച്ചിരി പൈസ എന്ത് മോതിരോ പണയം വെച്ച് ഞാൻ അങ്ങോട്ട് തന്നേക്കാന്ന്. ഇതുകൂടെ പണയം വെക്കാനോ? ആവശ്യം വരാത്ത കാശ്. മുക്കുവട്ട വേടാ ഇത്. മുക്കുവട്ട ഇത് കൊള്ളത്തില്ല, സാധനം എടുത്ത് കളയരുത്. പോയി ഒന്നുകൂടെ കുളിക്കും നിങ്ങള്. ചേച്ചിയുടെ കരുത്തി കിടക്കുന്ന ഇത് സ്വർണ്ണമാണോ? ഇതോ? എന്റെ പൊന്നെ, എന്തോ ചൊറിച്ചിലറിയാമെന്ന് അറിയാമോ? ഭയങ്കര മുക്കാണത്. ചൊറിച്ചിലാന്ന്. അല്ല, നമുക്കേ ഇച്ചിരി പൈസ മറിച്ച് തരാൻ പറ്റും. ഞാൻ എന്തായാലും ജൂൺ മാസം കഴിയുമ്പോ അങ്ങ് തന്നേക്കാന്ന്. എവിടുന്നാ മോഹനാ പൈസ?
ഉണ്ടായിരുന്ന സ്വർണം വെച്ചല്ലേ ഈ വീടുണ്ടാക്കിയത്? ഈ വീട് മൊത്തത്തിൽ എത്ര പോകാൻ വരും? അതല്ലെന്ന്, ഉണ്ടായിരുന്ന സ്വർണം വിറ്റ് പറക്കിയിട്ടാ ഈ വീട് വെച്ചതെന്ന്. ഒന്നും ഇല്ല. അതെ അതെ അതെ. ശരി, നടക്കട്ടെ. ഒരു കാര്യം ചെയ്, അത്ര അത്യാവശ്യം വന്നേ സുഗുനോടും രമണിയോടും പിന്നെ അപ്പുറത്തെ ആ സുജാകുമാറിനോടും കൂടെ ഒന്ന് ചോദിക്കും പൈസ. തെണ്ടാ നിങ്ങൾ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം. ശരിയെന്നാ പോയോടി പോയടി. എന്റെ തള്ളി വിട്ടു. വിട്ടു അവനോട്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്റെ മോതിരമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്വർണ്ണമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഭക്ഷണം എടുത്ത് നോക്ക്, ഞാൻ കഴിക്കട്ടെ. വിശക്കുന്നു. എല്ലാം ഞാൻ ആ ടേബിളെ അടുക്കിപ്പുറക്കി വെച്ചേക്കോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് കഴിച്ചാൽ പോരായോ? നിങ്ങൾ കഴിക്കാടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരാം. ഓ മനുഷ്യ, ആരോ നനഞ്ഞ ഷൂ ഇട്ടോണ്ട് വരുന്നുണ്ട് കേട്ടോ. നനഞ്ഞ ഷൂ ഇട്ടോണ്ട് വരുമല്ല, പിന്നെ? ഒരിനകത്ത് കറിയിട്ട് അലക്കിയ ശബ്ദമാണ് കേട്ടത്. ഓ വെപ്രാണപ്പെടാതെ പതുക്കെ കഴിക്കും നിങ്ങള്. ഞാൻ പതുക്കെ തിന്നിട്ട് വേണം അവൻ വീണ്ടും കയറി വരാൻ എന്നെ പട്ടിണിയാക്കാൻ വേണ്ടി. പാത്രം വടിച്ചു കൈ നക്കുന്ന സൗണ്ടാ ഇപ്പൊ കേട്ടോ. വെറുതെ നക്കിയപ്പോ മോതിരം ഉള്ളിൽ പോയി. എന്താ ചെയ്യൂ നീ? ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കും, മോതിരം അങ്ങ് പൊക്കോളം ഇറങ്ങി. വെള്ളം കുടിച്ചാൽ മോതിരം പോകത്തില്ല. മോതിരത്തിനകത്തോടെ വെള്ളം അകത്തോട്ട് പോകത്തേ ഉള്ളൂ. എന്താ ചെയ്യ, നമുക്ക് ആശുപത്രി പോണ്ടായോ? മോഹനെ വിളി, മോഹനെ വിളി. മോഹന മോഹന പെട്ടെന്ന് കയറി പോയില്ലായിരുന്നു. ഇവിടെ ചാമ്പയുടെ മുട്ടിലുണ്ടായിരുന്നു. എന്റെ ചേട്ടന്റെ വയറ്റി മോതിരം പോയടാ. ചോറ് കഴിച്ചോണ്ടിരുന്നപ്പോ ഈ വിരല് നക്കിയതാ, ഈ വയറ്റി മോതിരം പോയി. എന്തേലും ഒന്നും ചെയ്യണം മോനെ. അല്ല അത് കുഴപ്പമില്ല, അത് വരവ് മോതിരമല്ലേ, അതങ്ങ് പൊക്കോളൂ, അത് വിഷയമില്ല. സ്വർണ്ണമാണെങ്കിലോ? സ്വർണ്ണമാണെങ്കിൽ 10 രൂപ ആള് തീരും. നമ്മൾ സ്വർണ്ണമല്ലല്ലോ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് സ്വർണ്ണമാണെങ്കിലേ വിഷയമുള്ളൂ. നേരെ നമ്മുടെ ഈ പാൻ ഗ്യാസിൽ ചെന്നിട്ട് നേരെ ഇത് കള്ളിക്കും. ഒരു കാര്യം ചെയ്യ്, നീ ഒരു വണ്ടി വിളിച്ചേ. വണ്ടി വിളിക്കാൻ പൈസ വേണ്ടേ? പൈസ ആണോ? വാ, പൈസ വേണ്ട. നിങ്ങൾ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെ വണ്ടി വിളിക്കും? എടാ നോക്കിക്കോണേ, നോക്കിക്കോണേ, നോക്കിക്കോണേ. എന്തോ 3000 രൂപയോട് പെട്ടെന്ന് പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് പോവാ. നേരത്തെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് വയ്യാതായപ്പോ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം മേളിൽ നിട്ട് എന്നാ പൈസ. ആ മന്ത്രം എനിക്കൂടൊന്ന് പറഞ്ഞു തരണേ. മോതിരം എടുത്ത് കഴിഞ്ഞ് പറഞ്ഞു തരാം. മുടിച്ച കാല വണ്ടി വിളിച്ചോണ്ട് പോകണം. വണ്ടി വിളിക്കാം, വണ്ടി വിളിക്കാം. എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണോ? ഇവിടെ ഇരിക്കുന്നത്. ഇവിടെയാണോ? ഇവിടെ ഇരിക്കുന്നത്. ഇവിടെയാണോ? അത് നമുക്ക് ശരിയാക്കാം. 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 എടുക്കാന്നത് ആശുപത്രി പോകാന്ന് പറ. ആശുപത്രി കൊണ്ടുപോകാൻ നിൽക്കാം. നിനക്ക് അറിയാൻ ശ്വാസം വലിച്ചു പിടിച്ചേ, ശ്വാസം വലിച്ചു പിടിച്ചേ. നമുക്ക് റെഡിയാക്കാം. ശ്വാസം വലിച്ചു പിടിച്ചേ. എന്താ സൗണ്ട് വരുന്നത്? കിടക്കുന്നതിന്റെ ഇത് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. എടുത്തോണ്ട് ചുമച്ച എന്തിനാ? മോതിരം എന്റെ വായിക്കാരി. ആശുപത്രി പോയി എടുത്തോളാം. ആശുപത്രി പോകണം. ആശുപത്രി പോയി പൈസ പൈസ അല്ല, പൈസ ഞാൻ വണ്ടി വിളിച്ച് പോകണ്ടേ? ആശുപത്രി പോകണം. 500 രൂപ വിളിച്ചിട്ട് പോയത്. ഞാൻ ആശുപത്രി പോയി മോതിരം ചെറുതാണ്. അല്ല, ഞാൻ ആശുപത്രി പോയിട്ട് എടുക്കാൻ. മോതിരം എപ്പോ തരുമെന്ന് പറ. ആശുപത്രി പോയി മോതിരം എടുത്തിട്ടേ ഞാൻ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെക്കുമല്ലോ, എന്നെങ്കിലും എടുത്തിട്ട് തരാം. അവന്റെ മോതിരവും പൈസ കിട്ടും പോയി കളഞ്ഞത്. ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ അവസ്ഥ, തിരിച്ചു കിട്ടാത്ത അവസ്ഥ. ഇപ്പോഴെങ്കിലും എന്റെ പേര് തികച്ചെന്ന് വിളിച്ചല്ലോ.